ഹായ് ഗേസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു തിരക്കിട്ടേറിയ ദിവസമാണ്. കറികൾ വെക്കണം, വീട്ടിൽ അമ്മയില്ല. പെട്ടെന്ന് എനിക്ക് പോവുകയും ചെയ്യണം 10 മണിയാകുമ്പം. അപ്പോൾ അതന്നെ വെള്ളരിക്കയും മാങ്ങ ഇരിപ്പുണ്ട്. അന്ന് അത് അരച്ചു കൂട്ടാൻ കക്കറച്ച് മേടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് അതും ചെയ്യാമല്ലോ എന്നോർത്ത് അങ്ങനെ വെള്ളരിക്കയും മാങ്ങ അടുപ്പത്ത് വെച്ചു. ആ സമയം കൊണ്ട് ഞാൻ തേങ്ങയും ചിരണ്ടി അതരയ്ക്കാമല്ലോ എന്നോർത്ത് അങ്ങനെ ഇച്ചിരി തേങ്ങയും ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് അതരച്ച് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ഗ്യാസ് തീർന്നു. അയ്യടാ, അപ്പോൾ വേറെ ഗ്യാസ് എന്തായാലും വേറെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഗ്യാസും തമ്മിലൊരു ഏറ്റുമുട്ടലാണ് അപ്പം നടക്കുന്നത്. കാരണം ഗ്യാസിൻ്റെ ആ സംഭവം ഇച്ചിരി പാടാണ്. അങ്ങനെ ഞാനും ഗ്യാസും തമ്മിലൊരു രാവിലെ തന്നെ ഏറ്റുമുട്ടൽ തുടങ്ങാൻ പോവാണ് ഗൈസ്. ആര് ജയിച്ചു? ഞാൻ തന്നെ ജയിച്ചു. ഗ്യാസ് തുറന്നു വന്നു. അപ്പോഴേക്കും ഞാൻ അത് സെറ്റ് ചെയ്തു. അങ്ങനെ ഗ്യാസ് കത്തിച്ചു, പുതിയ തീ വന്നു. അങ്ങനെ വേഗം തന്നെ ഞാൻ അടുപ്പത്തിട്ട് ആ കുക്കറിൽ വെച്ച സംഭവം എടുത്ത് വെച്ചു. അങ്ങനെ അത് അവിടെ നിന്ന് വേഗണ സമയം കൊണ്ട് ഞാൻ വേവിച്ച് വെച്ച കക്കറച്ചി അതിലേക്ക് തേങ്ങ ചിരണ്ടി അതിന് വേണ്ട ആവശ്യമുള്ള പച്ചമുളക്, ഉള്ളി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴും ഞാൻ ഓർത്തു അന്ന് ആ സമയം കൊണ്ട് നമുക്ക് അരച്ചു കൂട്ടുന്ന കടുക് താളിക്കണമല്ലോ, എന്നാൽ അതവിടെ വെച്ചേക്കാം. സമയം പോണു, എനിക്ക് വേഗം പോകേണ്ടതാണ്. അങ്ങനെ വേഗം ഞാനത് സെറ്റ് ചെയ്തു. അങ്ങനെ കടുക് താളിക്കാൻ വേണ്ടി ഉലുവ, കടുക്, കുറച്ച് ഉള്ളി, പിന്നെ വറ്റൽമുളക് ഇത്രയും ഇട്ടു. കടുക് താളിച്ചു. അതിലോട്ട് ഞാൻ അരച്ച് വെച്ച അരപ്പാണ് ഒഴിക്കുന്നത്. അങ്ങനെ അരച്ച് വെച്ച അരപ്പൊഴിച്ചു. അതൊരു സെറ്റായി കഴിഞ്ഞപ്പം ഞാൻ അതിൽ കുറച്ച് ആ വെള്ളം, നമ്മുടെ അരച്ച് വെച്ച അരപ്പിൻ്റെ ജാറിലോട്ട് ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ചു. പക്ഷേ ആ വെള്ളം ഇച്ചിരി കൂടിപ്പോയി, സാരമില്ല. അപ്പം വേവിച്ച് വെച്ച ആ വെള്ളരിക്കയും മാങ്ങയും കൂടി അതും കൂടി അങ്ങോട്ടേക്ക് ഒഴിക്കാമെന്ന് ഓർത്തു. ഏകദേശം അത് വെന്തിട്ടുണ്ട്. ഇച്ചിരി പുളി കൂടുതലാണ്, മാങ്ങ കൂടിപ്പോയിട്ടാണ്. അത് നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ അതും സെറ്റ് ചെയ്തു. അത് മാറ്റി വെച്ച സമയം കൊണ്ട് വേഗം തന്നെ അത് വേഗം കഴുകിക്കൊണ്ടുവന്ന് ആ ചീനിച്ചട്ടി തന്നെ നമുക്ക് കക്കറച്ചി റോസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കക്കറച്ചി റോസ്റ്റ് ചെയ്യാം ബാ. അങ്ങനെ കക്കറച്ചി റോസ്റ്റ് ചെയ്യാൻ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നപ്പം ഞാൻ നമ്മുടെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അതിലോട്ടിട്ട് അതൊന്ന് വഴറ്റി വന്ന സമയം കൊണ്ട് ഞാൻ അതിലോട്ട് നമ്മുടെ പൊടികൾ ചേർക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ആ സമയത്ത് കുഞ്ഞാപ്പ് വന്നപ്പോൾ അവനെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആ പൊടികളെല്ലാം കൂടി ഇട്ടു. പൊടികളിട്ട് കഴിഞ്ഞിട്ട് ചിരകി വെച്ച തേങ്ങയും കൂടി ആഡ് ചെയ്ത് അതൊരു വിധം ആയപ്പം ഞാൻ വേവിച്ച് വെച്ച കക്കറച്ചിയും കൂടി അതിലോട്ടിട്ടു. അങ്ങനെ അതൊരു വിധം സെറ്റായി ഏകദേശം ആകണപ്പോഴേക്കും മഴ തുടങ്ങി. മഴയ്ക്കൊരു കുറവുമില്ല. മഴ ഇങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുവാണ്. അതവിടെ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ കക്കറച്ചി ഞാൻ ഇളക്കി സെറ്റായി. അപ്പോൾ ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ, നാളെ കാണാം. ടാറ്റാ.